പാകിസ്ഥാനിലും ചില മാറ്റങ്ങൾ, ചടുലമായ ചില നീക്കങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. ISIയുടെ മേധാവിക്ക് NSAയുടെ ചുമതല പാകിസ്ഥാൻ നൽകിയതായി വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ, അപ്ഡേറ്റ് ചെയ്യാൻ ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന്. പറയൂ ശ്രീനാഥ്. ISI അതായത് പാകിസ്ഥാന്റെ ചാര സംഘടനയുടെ മേധാവിയാണ് ഇപ്പോൾ മുഹമ്മദ് ആസിം മാലിക്. അദ്ദേഹത്തെ ഇപ്പോൾ NSA അതായത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ ഒരു അധിക ചുമതല, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഒരു അധിക ചുമതല പാകിസ്ഥാൻ നൽകിയിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവൊക്കെ പാകിസ്ഥാൻ പുറത്തിറക്കിയത്. 2022 മുതൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവി പാകിസ്ഥാനിൽ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ പദവിയാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ അവർ ഒരു അധിക ചുമതല നൽകിക്കൊണ്ട് നികത്തുന്നത്. ഏതായാലും ഇന്ത്യയിൽ നിന്നും ഉണ്ടാവുന്ന ആ ഒരു ഭീഷണി മുന്നറിയിപ്പൊക്കെ തന്നെയാണ് പാകിസ്ഥാൻ ഇത്തരമൊരു പൊസിഷനിലേക്ക് ഒരാളെ കൊണ്ടുവരാനുള്ള ചടുലമായ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. അതേസമയം ഇന്ത്യ ആവട്ടെ പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ വാർത്തകളുടെയൊക്കെ വഴി അടയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെ രാവിലെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് പാകിസ്ഥാൻ സൈന്യം ഒരു വാർത്താ സമ്മേളനം വിളിച്ച കാര്യം നമ്മൾ പറഞ്ഞത്. ISPR അതായത് ഇന്റർ സർവീസസ് PR സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമാണ്. അവരാണ് വാർത്താ സമ്മേളനം നടത്തി ഇന്ത്യ ഒരു ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ ശ്രമം നടത്തിയെന്നൊരു വ്യാജ ആരോപണമൊക്കെ ഉന്നയിച്ചത്. ഏതായാലും അവരുടെ യൂട്യൂബ് അക്കൗണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ പൂട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ആ യൂട്യൂബ് അക്കൗണ്ട് ഇപ്പോൾ ലഭ്യമല്ലാതായിട്ടുണ്ട്. മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്നുള്ള മറ്റു പല അക്കൗണ്ടുകൾ കൂടി, ചില നടന്മാരുടെ അക്കൗണ്ടുകൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട്. അലി അസർ, സനം സയ്യിദ്, ബിലാൽ അബ്ബാസ്, ഇക്ര അസീസ്, സയീസ ഖാൻ, ഇമ്രാൻ അബ്ബാസ്, സജൽ അലി എന്നിവരുടെ അക്കൗണ്ടുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമല്ലാതായിട്ടുള്ളത്. നേരത്തെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള വിവിധ മാധ്യമങ്ങളുടെയും ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തിയ പല അക്കൗണ്ടുകൾ, അതിൽ മുൻ ക്രിക്കറ്റർ ഷോയിബ് അക്തർ അടക്കമുള്ള ആളുകളുടെ അക്കൗണ്ടുകളുണ്ട്. അത്തരം അക്കൗണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ഏതായാലും ഇന്ത്യ ആ നടപടികൾ തുടരുന്നു. അതായത് പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങൾ ഏതായാലും ഇന്ത്യയിൽ പ്രചരിപ്പിക്കാനുള്ള ഇടം ഇന്ത്യ നൽകുന്നില്ല. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.